തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 3-4 ദിവസത്തിനുള്ളിൽ വരും. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പുതിയ 2 കമ്മീഷണർമാരെ കൂടി നിയമിച്ചതിന് ശേഷം 3-അംഗ കമ്മീഷൻ ആയതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും വിജ്ഞാപനം വരും. അതിനു മുമ്പ് ഈ അഭിപ്രായ വോട്ടെടുപ്പുകളുടെ, സർവേകളുടെ, എക്സിറ്റ് പോളുകളുടെ ഒരു തിരക്കായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒരു പുതിയ സർവേ വന്നിട്ടുണ്ട്, ആനന്ദബസാർ പത്രികയുടെയാണ്. നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. അതിലും മോദി വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു വളരെ സാങ്കല്പികമായ ഒരു ചോദ്യം, അതായത് പ്രണയത്തിലും യുദ്ധത്തിലും എന്തും സംഭവിക്കാമെന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണല്ലോ. മോദി സർക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ റദ്ദാക്കും. എന്നിട്ട് അയോധ്യ അതിൻ്റെ ഉടമകളും ഉടയോരും ഒക്കെ ആയിട്ടുള്ള എന്നാണോ? അല്ല, ആണെന്ന് അവർ അവകാശപ്പെടുന്ന ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന ബാബറി മസ്ജിദുകാർക്ക്, ആ കമ്മിറ്റിക്കാർക്ക് തിരിച്ചു കൊടുത്ത് ഹൈപ്പോത്തറ്റിക്കൽ കാര്യങ്ങൾ പ്രശ്നമല്ലേ ഇത്? അത് ശരി, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. അതെനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി അല്ല, മുലായം സിംഗ് അല്ല, സാക്ഷാൽ ഒവൈസി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അയോധ്യ രാമക്ഷേത്രത്തെ തൊടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അല്ല, മോദി തോൽക്കും എന്നുള്ളത് സാങ്കല്പികമാണ് എങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. എന്തൊക്കെ സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നാണല്ലോ ഈ പറയുന്നത്. രാഹുലല്ല, ആരെങ്കിലും ആവുമല്ലോ. സോണിയയോ നമ്മുടെ പിണറായി വിജയൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെയും വരാം അല്ലേ? 20 സീറ്റും തമിഴ്നാട്ടിൽ നിന്ന് 2-3 അങ്ങനെയൊക്കെ കിട്ടി 10-25 സീറ്റിലും ജയിച്ചാൽ സ്റ്റാലിനോ മമതയോ ഒക്കെ മമത അവകാശപ്പെടുമല്ലോ. അങ്ങനെയാണെങ്കിൽ മമതയൊക്കെ ആണെങ്കിൽ തീർച്ചയായും അവർ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മമത ഇന്ത്യ മുന്നണിയിലില്ല, ഇന്ത്യ ഔട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. കുത്തുമുന്നണിയിലില്ലെന്ന് പ്രധാനമന്ത്രിയാക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു അലയൻസ് ഒക്കെ ആകാം. പക്ഷെ വേറെ കാര്യമുണ്ട് സാർ, UPA സർക്കാർ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സർക്കാർ വന്നാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം. 370 ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും. അടുത്ത 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കും. ഒരുപക്ഷെ ശരീഅത്ത് ഇന്ത്യയുടെ നിയമമായിട്ട് പ്രഖ്യാപിക്കും. യൂണിഫോം സിവിൽ കോഡിന് പകരം ശരീഅത്ത് നിയമവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇനി ശരീഅത്ത് നിയമം ഫോളോ ചെയ്താൽ മതി എന്നുള്ളൊരു ഉത്തരവ് വരും. അതെ, മറ്റേ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയേ ഉണ്ടാവില്ല. ഈ CAA റദ്ദാക്കും മാത്രമല്ല, ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി തുറന്നിടും. ഇന്ത്യയിൽ വന്ന് താമസിച്ചിരിക്കുന്ന 3 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ പൗരന്മാർക്ക് പൗരത്വം കൊടുക്കും. അത് മറ്റേ അവിടെ മാത്രമല്ലല്ലോ അവർ ചോദിച്ചിരിക്കുന്നത്, മ്യാൻമർ മാത്രമല്ല. എന്തുകൊണ്ടാണ് മറ്റേ ശ്രീലങ്ക ഇന്ന് കൊടുക്കാത്തത്? ചിലപ്പോൾ ആഡ് ചെയ്തിട്ട് മറ്റേ ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങൾ. ശ്രീലങ്ക വരില്ല, കാരണം അവിടുത്തെ തമിഴന്മാർ ഹിന്ദുക്കളാണ്, അതുണ്ടാവാൻ സാധ്യതയില്ല. അല്ല, മുസ്ലിങ്ങൾ പലയിടത്തുനിന്നും വരണം, എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളില്ലാത്തതെന്നാണല്ലോ മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റുകൾക്ക് മറ്റേ ഉയ്ഗർ മുസ്ലിങ്ങൾ ഇവരെ സ്വീകരിച്ച് പാർപ്പിക്കട്ടെ കേരളത്തിൽ, ആ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അംബാനിയെ അദാനിയെ എന്ത് ചെയ്യും? അവർക്ക് അവരെ ചിലപ്പോൾ പാകിസ്ഥാനിലേക്ക് മടക്കി അയക്കാനോ മറ്റോ. ഈ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇനി ഇന്ത്യയിൽ ഇവർ വേണ്ട. ഏതെങ്കിലും പ്രീണനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ നല്ല ചോളയുണ്ട്, അത് വേണം. അപ്പൊ അവരിവർക്ക് പൈസ കൊടുത്ത് അവരിവിടെ തുടരുന്നതാണോ സുനിൽ? കാശ് ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. നമ്മൾ നോക്കൂ, രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ കമൽനാഥ് അദാനിയുടെ പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പിന്നെ കമൽനാഥെ അരുത് എന്ന് രാഹുൽ ഗാന്ധി? മറ്റു കാര്യങ്ങളിൽ പലതും ചെയ്യുമെങ്കിലും കോർപ്പറേറ്റോക്രസി അങ്ങനെ തന്നെ തുടരും. കാരണം ഇത് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ വാതിലുകൾ ലോകത്തിന് തുറന്നു കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ പറ്റുമോ? അല്ല, അതിപ്പോ BJP ചെയ്തിട്ടില്ലല്ലോ. ലിബറലൈസേഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് തുടങ്ങി വെച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതല്ലേ BJP ചെയ്യുന്നുള്ളൂ. അതെ, അല്ല, പൈസ കിട്ടാവുന്ന ഒരു വാതിലും അടക്കിയില്ല. അതല്ലേ നമ്മുടെ തീരുമാനം. പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാറ് പറയാത്ത കാര്യം. സാറിന് ഓർമ്മ വന്നില്ല, സാറിന്റെ ഓർമ്മ കുറഞ്ഞു വരുന്നത്. നോട്ട് നിരോധനം റദ്ദാക്കും. അത് ശരിയാണ്. അത് പക്ഷെ റദ്ദാക്കിയിട്ട് ഇനി എന്താ കാര്യം? അത് പിൻവലിച്ച് പോയതാണ്. ഇല്ല, ഇനിയും വരാനുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ നോട്ടുകൾ. എന്നെങ്കിലും മറ്റേ കണ്ടെയ്നർ നോട്ട്. അതെ, നരേന്ദ്രമോദി എന്തെങ്കിലും വീഴും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും നോട്ടുകൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. പഴയ നോട്ടുകൾ, 2000 അതിന് മുമ്പത്തെ
അതൊക്കെ ഇനി ഉപയോഗിക്കാം എന്ന് പറഞ്ഞൊരു നിയമം അതെ, വരും. ലീഗൽ ടെൻഡർ ആയിരിക്കും. അതായത് പല ആളുകളും ഇനി പുറത്തെടുക്കാതെ ചാക്കിലൊക്കെ കെട്ടിവെച്ചിരുന്ന ആ പഴയ ഗാന്ധിയുടെ പടമൊക്കെ ഉള്ള 2000 ഒക്കെ ഇനി ഉപയോഗിക്കാം എന്ന് നിയമം വരും. മുൻകാല പ്രാബല്യത്തോടുകൂടി റദ്ദാക്കും. അല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 18% എന്ന് പറയുന്നു സെൻസസ് പ്രകാരം മുസ്ലിങ്ങൾ, 28% വരെ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഏതായാലും അപ്പം 28% ആണെങ്കിലും 25% ആണെങ്കിലും ജനസംഖ്യയുടെ 1/4 വരികയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടിയാൽ പോരല്ലോ. അതുപോരാ, അവർക്ക് കൂടുതൽ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ വഖഫ് ബോർഡിന് കൂടുതൽ തുക, വലിയ വഖഫ് മന്ദിരങ്ങൾ, അതെല്ലാം അവർക്ക് പണിയാനുള്ള അനുവാദം കൊടുക്കും. അതിപ്പോഴും ഉണ്ടല്ലോ, അനുവാദം ഇല്ലാതെ, അനുവാദമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതല്ല, കുറച്ചുകൂടി ബൃഹത്തൊക്കെ ആയിട്ടേ, ധാരാളം ഏക്കറേജും ഒക്കെ. സംഗതി ശരിയാണ്. 2013 മൻമോഹൻ സിംഗ് പോകുന്ന പോക്കിൽ 163 പ്രൈം പ്രോപ്പർട്ടീസ് ഡൽഹിയിൽ കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതൊന്നും പോരാ, അവർ കൂടുതൽ അറിയിക്കുന്നുണ്ട് സുനിലെ. കാരണം ഈ ഭാരതത്തിന് വേണ്ടിയൊക്കെ എത്ര കഷ്ടപ്പെട്ട ആളുകളാണ്, ദേശീയവാദികളാണല്ലോ ഈ ടെററിസ്റ്റുകൾ, PFI, ഇതൊക്കെ. അപ്പോൾ അവർക്ക് ജയ് ശ്രീറാം വിളിച്ചാൽ അത് കുറ്റകരാക്കും. അത് വലിയ കുറ്റമായിരിക്കും. കാരണം അതിപ്പോൾ ബംഗാളിൽ ഇപ്പം തന്നെ അത് കുറ്റകരാണ്. അത്തരം വേദികളിൽ ഇറങ്ങിപ്പോകാറുണ്ട്. തമിഴ്നാട്ടിൽ വലിയ കുറ്റകരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്യാഞ്ജലി എന്നൊരു പരിപാടി, അത് കേട്ടു. എന്താ സാർ അത്? അതെന്താന്ന് വെച്ചാൽ തഞ്ചാവൂരിലും ചിദംബരത്തും ഒക്കെ എല്ലാ ശിവരാത്രിക്കും 20 കൊല്ലമായിട്ട് അവിടുത്തെ ദേവസ്വം ബോർഡ്, ഹിന്ദു എൻഡോമെന്റ്സ് ബോർഡ്, ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ബോർഡ് എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാപനം, അവിടുത്തെ ദേവസ്വം ബോർഡ് 20 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ 2 സ്ഥലത്തും കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, ഈ നൃത്തോത്സവങ്ങൾ ആഗോള തലത്തിലുള്ള വലിയ പ്രതിഭകൾ വന്നിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അത് ഇത്തവണ ഈ ശിവരാത്രിക്ക് നടന്നില്ല. അത് സ്റ്റാലിൻ സർക്കാർ അത് റദ്ദാക്കി. അത് റദ്ദാക്കിയത് എന്താന്ന് വെച്ചാൽ ഈ വലിയ ആൾത്തിരക്ക് കൈകാര്യം ചെയ്യാനായിട്ട് 21 വർഷം വലിയ ആൾത്തിരക്കുണ്ടായി. ആൾത്തിരക്ക് ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാകുമ്പോൾ ആൾത്തിരക്ക് ഉണ്ടാവുമല്ലോ. ആൾത്തിരക്ക് ഉണ്ടാവും. പക്ഷെ വേറെ അതൊക്കെ നിരോധിക്കേണ്ടതാണ്. ഈ ക്ഷേത്രകലകൾ, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ ഒരു ഫാസിസ്റ്റ് കലാരൂപങ്ങളാണ്. അത് നിരോധിക്കുന്നത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമ്പോൾ ചെയ്യും. മോദി തോറ്റുപോയാൽ അദ്ദേഹം ഈ കൾച്ചറൽ നാഷണലിസത്തിന്റെ ആളാണല്ലോ. കൾച്ചറൽ നാഷണലിസം പിൻവലിക്കും. അതിന് പകരം ഇദ്ദേഹത്തിന്റെ പിതാവും പ്രപിതാമഹന്മാരും ഒക്കെ ഉണ്ടാക്കിയതിന്റെ 10-100 ഇരട്ടി ഹൈവേകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? മൻമോഹൻ സിംഗിന്റെ കാലത്ത് പോലും അതിർത്തിയിലേക്ക്, ചൈനയുടെ അതിർത്തിയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചാൽ പോലും മൂത്രമൊഴിക്കായിരുന്നു. അതിർത്തിയിലേക്ക് അപ്പോൾ സെലാ ചുരം പോലെ ഏറ്റവും വലിയ റോഡുകൾ, ഏറ്റവും മികച്ച റോഡുകൾ, ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ, എയർ സ്ട്രിപ്പുകളൊക്കെ സിക്കിമിലും അരുണാചൽ പ്രദേശിലുമൊക്കെ ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ പിൻവലിക്കുമായിരിക്കും അല്ലേ? അല്ല, അത് പിൻവലിക്കാൻ പറ്റില്ല. അത് ആർക്കെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കും. ചൈനയ്ക്ക് കൊടുക്കാം. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രസ്റ്റിന് ചൈന സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. വാർത്തകളൊക്കെ വന്ന വൃന്ദാക്കാരാട്ടിന്റെ ഒരു ബന്ധുവിനും മറ്റേ ന്യൂസ് ക്ലിക്ക് പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അവർ ചൈനയ്ക്ക് കൊടുക്കാം. പിന്നെ ഈ ഖലിസ്ഥാനികളിലെ ഈ രാഹുൽ ഗാന്ധിക്കും പാർട്ടിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തതല്ലേ ഈ കർഷക സമരമൊക്കെ നടത്തിയിട്ട് ഖലിസ്ഥാനികള്, കനേഡിയൻ ആസ്ഥാനമായിട്ടുള്ള അവർക്കൊക്കെ കൊടുക്കാം. അവരുടെ വിമാനങ്ങളൊക്കെ നിർബാധം വന്നിറങ്ങണ്ടേ? ഇന്ത്യ ഈ ഖലിസ്ഥാൻ ഉണ്ടാക്കുകയും വേണമല്ലോ. ബോംബും ഒക്കെ ആയിട്ട് വരണ്ടേ? ഖലിസ്ഥാൻ യാഥാർത്ഥ്യമാക്കും. ഖലിസ്ഥാൻ യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞാൽ വിശാല ഖലിസ്ഥാൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് മാത്രമൊന്നുമല്ല, ഹിമാചല് ഒക്കെ അവർക്ക് കൊടുക്കണം, ഉത്തരാഖണ്ഡ് അതൊക്കെ ചേർന്ന ഖലിസ്ഥാൻ വിശാലം. അപ്പൊ ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം. അങ്ങനെയാണെങ്കിൽ ഈ തെക്കേ ഇന്ത്യ വിഭജിക്കാനും സാധ്യതയുണ്ട്. മോദി കട്ടിംഗ് സൗത്ത് അത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മലം പുറത്തുകളുന്ന ഒരു സംവിധാനം. ആ പഴയ പോലെ ഇപ്പോൾ മോദി കൊണ്ടുവന്ന ബയോ ടോയ്ലറ്റ് എല്ലാം കളഞ്ഞിട്ട് പഴയ പോലെ തീട്ടവണ്ടിയാക്കി മാറ്റുമായിരിക്കും. അങ്ങനെയും വരാം. സ്കാവഞ്ചേഴ്സിന് കൂടുതൽ അവസരം കൊടുക്കാം എന്ന് വെച്ചിട്ടേ ഈ നിർമ്മാർജ്ജനം ചെയ്തു പോയ സ്കാവഞ്ചിങ് ആക്ടിവിറ്റി പുനഃസ്ഥാപിക്കും. നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നിർത്തിവെക്കും. അത് ഇത്രയും റോഡൊന്നും വേണ്ട. ഒരുപാട് IITകൾ, AIIMS ഒക്കെ മോദി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ നിന്നൊക്കെ ഈ ഹിന്ദുത്വയുടെ കുറെ പിള്ളേര് വരുന്നു. ABVP ശക്തമാകുന്നു. ABVP നിരോധിക്കണം. അത് നിരോധിക്കണം. അതുപോലെ RSSനെ കഴിയുമെങ്കിലും നിരോധിക്കണം.
അവർ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഹിന്ദുത്വ. പുള്ളിക്കാരൻ്റെ അമ്മയുടെ അപ്പം വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അതെ, നെഹ്റുവിന്റെ കാലത്ത്. അതെ, പട്ടേൽ കൂടെ നിന്ന് പിന്നെ അത് ശരിയാക്കി എടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മദ്രസകളുടെ എണ്ണം കൂട്ടും. മദ്രസയിൽ പഠിച്ച് പാസ്സാവുന്നവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് മദ്രസ ഡിഗ്രിക്ക് തുല്യമാക്കണം. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഹയർ സെക്കൻഡറിക്ക് തുല്യമാക്കിയിട്ടുണ്ട്. ഭൂമി പരന്നതാണെന്നും അള്ളാഹുവാണ് മഴ പെയ്ക്കുന്നതൊക്കെ പഠിച്ചു വരുമ്പോൾ അത് പിന്നെ നേരിട്ട് ഡിഗ്രിക്ക് കയറാം കേരളത്തിൽ. പിന്നെ മുല്ല മുഖ്രി പെൻഷൻ കേരളത്തിലുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ അത് എല്ലാവർക്കും കൊടുക്കണം. ഈ ദിയോബന്ദ് അങ്ങനത്തെ സകല മദ്രസാ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കണം. കശ്മീരിൽ പ്രത്യേക ഒരു ശ്രദ്ധ, കാരണം അത് പാകിസ്ഥാന്റെ ഭാഗമാകത്തക്ക വിധത്തിൽ. ഈ തായ്ലൻഡിലേക്ക് സ്പെഷ്യൽ വിമാന സർവീസ് ഉണ്ടായിരിക്കുമോ? ആകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായയിലൊക്കെ പോകാനായിട്ട്, പോകാനും രാഹുൽ ഗാന്ധിയുടെ ഇഷ്ട സ്ഥലങ്ങളല്ലേ. മാത്രമല്ല ഈ രാമന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ അത്. അയുത് എന്നോ മറ്റൊക്കെ ആയിരുന്നു പണ്ട് അതിന്റെ പേര്. അപ്പൊ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പൈതൃകം ഉണ്ടാകരുത്. പട്ടായ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാം. അത് മാറ്റാം. പിന്നെ ഈ കല്ലേറ് നടത്തുന്ന ആളുകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ കാശ്മീരിൽ അവർക്ക് പ്രത്യേക വണ്ടികൾ ഒക്കെ കൊടുത്തു. അല്ല, അവർക്ക് പണ്ട് ഈ തീവ്രവാദികൾ ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ വന്ന് പട്ടാളത്തിന് നേരെ കല്ലെറിയുമ്പോൾ 500 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള ഫണ്ട് സർക്കാർ കൊടുത്താൽ നന്നായിരിക്കും. അതാണല്ലോ, ഈ വണ്ടി കൊടുക്കുമല്ലോ. അപ്പോൾ അക്കോമഡേഷൻ സാധാരണ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് DA അക്കോമഡേഷൻ വിൽ ബി പ്രൊവൈഡഡ്. പിന്നെ എന്നും ദീപാവലി ഉണ്ടാക്കും അല്ലേ? തെക്കേ ഇന്ത്യ മുതൽ വടക്കേ ഇന്ത്യ വരെ എന്നും സ്ഫോടനത്തിന്റെ വാർത്തകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. അത് നിർബാധമായിരിക്കുമല്ലോ, കാരണം അവർ വലിയ ആഹ്ലാദത്തിൽ. ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാമേശ്വരം കഫേ എന്നൊക്കെ പറഞ്ഞ് അത്തരം പേരുകളിലൊന്നും സ്ഥാപനങ്ങൾ പാടില്ല. രാമൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഈ നാട്ടിൽ പാടില്ല. കാരണം അതാണ് ഹിന്ദുത്വയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ഏതായാലും സാർ, ഇതൊക്കെ നമ്മൾ തമാശാ രൂപത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു 10 വർഷം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയത്. നമ്മുടെ രാജ്യം 10 വർഷം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയി. ഇനി നമുക്ക് അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ഭീഷണിയുടെയും ഒന്നും കാലത്ത് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കണം. കേന്ദ്രത്തിൽ സ്ഥിരമായ ഒരു സർക്കാർ വരണം. ഈ 10-15 മുന്നണി കെട്ടിയുണ്ടാക്കി ഓരോരും വിലവേശലും ഭീഷണിയും സമ്മർദ്ദതന്ത്രങ്ങളും ഒക്കെ ഉള്ള ഒരു സർക്കാരിന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മോദിയുടെ സർക്കാരാവട്ടെ, രാഹുൽ ഗാന്ധിയുടെ സർക്കാരിന് അതിന് കഴിയുമെങ്കിൽ അവരാവട്ടെ, രാജ്യം മുന്നോട്ട് പോകണം. അപ്പോൾ സാർ, എന്തായിരുന്നു സാർ ആനന്ദ ബസാർ പത്രികയുടെ എക്സിറ്റ് പോളിന്റെ ഫലം? ആനന്ദ ബസാർ പത്രിക പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫൈനൽ ഫിഗർ വന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ LDFന് 0 സീറ്റുകളായിരിക്കുന്നതാണ്. UDF തൂത്തുവാരും. 0 കണ്ടുപിടിച്ചത് ഭാരതീയരാണ്, ചിലപ്പോൾ കേരളീയരായിരിക്കും. അതെ, കഴിഞ്ഞ തവണ ആരിഫ് മാത്രമല്ലേ ഉള്ളൂ. മാത്രമല്ല ഇത് ആ എഡിറ്റർ ലാർജ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ ഇത് കള്ളമായിരിക്കാൻ സാധ്യത വളരെ അല്ല, സത്യം മാത്രമല്ലേ പറഞ്ഞു. അപ്പോൾ അവിടെ 16 സീറ്റ് കോൺഗ്രസിന്, 4 മറ്റേ UDFന്റെ കൂടെ തന്നെയുള്ള ലീഗ്. BJPക്കും 0 അവർ പറഞ്ഞിരിക്കുന്നത്. സന്തോഷമായി ഗോപിയേട്ടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള LDFനും തീരുമാനിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ AVP സർവേ പ്രകാരം കേരളത്തിൽ വീണ്ടും ക്രോസ് വോട്ടിംഗ് ഉറപ്പാണ്. തിരുവനന്തപുരത്ത്, ആറ്റിങ്ങൽ, തൃശ്ശൂർ വോട്ട് കച്ചവടം LDFും UDFും നടത്തും. അത് അങ്ങനെ വേണം കരുതാൻ. കാരണം എന്തായാലും തോൽക്കും എന്ന് LDFന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും മുടിയും അയലും മുടിയും. പിന്നെ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളും ഒക്കെ കൂടി വോട്ട് ചെയ്തു എന്നൊക്കെ പറയാം. എനിക്ക് തോന്നുന്നത് LDF ഈ ഭരണം BJPക്ക് കേരളത്തിൽ ഒരു മെച്ചം ഉണ്ടാവില്ല. എനിക്ക് ആ കണക്കിലൊരു പ്രശ്നം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് കേരളത്തിൽ ഈ UDFന് 44.5% വോട്ട് കിട്ടും, LDFന് 31.4 ഉള്ളൂ, 10% കുറവാണ്. പക്ഷേ BJPക്ക് ഏതാണ്ട് 19% വോട്ട് കിട്ടും എന്ന് പറഞ്ഞ പ്രാവശ്യം 15-അടുത്താണ് കിട്ടിയത്. അതെ, 16-ൽ നിന്ന് കൂട്ടിയാൽ പോലും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 20% വന്നാൽ സീറ്റ് കിട്ടും എന്നാണ്. അല്ല, ഇലക്ഷൻ വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു 20% മുകളിൽ BJPക്ക് കടക്കാൻ കഴിഞ്ഞാൽ 15 സീറ്റ് വരെ കേരളത്തിൽ അസംബ്ലി സീറ്റുകൾ അസംബ്ലി 15 ജയിക്കാമെന്ന് പറയാറുണ്ട്. അപ്പോൾ 15 സീറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു 3 സീറ്റ്
7 മണ്ഡലങ്ങളാണ് ലോക്സഭയിൽ കിട്ടണമല്ലോ. അതെ, പക്ഷെ അത് സ്കാറ്റേഡ് ആയിരിക്കും. ഇതിങ്ങനെ അടുത്തടുത്ത 7 മണ്ഡലങ്ങൾ കിട്ടിയാലല്ലേ ഒരു പാർലമെന്റ് ജയിക്കുമെന്ന് പറയാൻ അങ്ങനെയുള്ളൂ. അത് അതിനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും മാത്രം. അതെ, എന്നാലും വളർച്ച കാര്യമായിട്ടുണ്ട്. BJPക്ക് കാര്യമായി കേരളത്തിൽ വളരുന്ന പാർട്ടി BJP ആണ്. അതെ, അതുപോലെ തന്നെ അവർ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തമിഴ്നാടാണ്. മുമ്പൊരു പോളിൽ നമ്മൾ 4 സീറ്റ് കണ്ടതാണ് BJPക്ക്. പക്ഷെ ഇവരുടെ പോളിൽ തമിഴ്നാട്ടിൽ അത് കിട്ടുകയില്ല. അല്ല, അതിപ്പോൾ ചിത്രം ഏതാണ്ട് അങ്ങനെയാണ് വരുന്നത്. കാരണം BJPക്ക് സഖ്യകക്ഷികളെ ഒന്നും കിട്ടുന്നില്ല. അത് ശരിയാ. അല്ല, സഖ്യകക്ഷി അവിടെ വേണ്ടെന്ന് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന 10.9% വോട്ട് ഷെയർ അവിടെ കിട്ടുന്നത്. ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അത് കുറവല്ലേ? അത് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാണെന്ന് തോന്നുന്നു. അല്ലല്ല, കഴിഞ്ഞ തവണ മറ്റേ അണ്ണാ DMKയുടെ കൂടെയല്ലേ ചേർന്നത്. 6% അങ്ങനെ എന്തോ ഉള്ളൂ. കൂടുതലാണ്. ഡബിൾ ഡിജിറ്റിലേക്ക് വരുന്നത് ആദ്യമാണ് അവിടെ. എന്നാലും അത് 15 വരെയൊക്കെ പോകാം എന്ന് പ്രശാന്ത് കിഷോർ വരെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാങ്കല്പിക ഭാരതം അങ്ങനെ അട്ടത്ത് വെച്ചാൽ മതി, പുറത്തിറക്കണ്ട. മോദി തന്നെ സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണ്ട. അതെ, 400+ ശാന്തമായ ഒരു ഇന്ത്യക്ക് 400+ വേണമെന്നാണ് മോദി പറഞ്ഞത്. അതെന്താ 400ന്റെ പ്രത്യേകത? 400+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റും. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റും. അതുപോലെ ഈ വഖഫ് ബോർഡ് വേണമെങ്കിൽ എടുത്തു കളയാം. യൂണിഫോം എഡ്യൂക്കേഷൻ കോഡ് എന്ന് പറഞ്ഞു വരണം. ആലോചിക്കുന്നുണ്ട്. കാരണം ഈ മദ്രസകൾ അതൊക്കെ പൂട്ടിയിട്ടേ എല്ലാം ഒരുപോലെ നടക്കുന്ന സംഗതികൾ മതി എന്ന് തീരുമാനിക്കാം. പിന്നെ അത്രയും സീറ്റ് ഉണ്ടെങ്കിൽ മൈനോറിറ്റി കമ്മീഷൻ എടുത്ത് കളയാം. മൈനോറിറ്റി കമ്മീഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഇല്ലേ 1991, അത് റിവോക്ക് ചെയ്യാം. അത് വേണ്ട എന്ന് വെക്കാം. അല്ല, അതിന് ഭൂരിപക്ഷം 400 ഒന്നും വേണ്ട. അല്ല, എന്നാലും വളരെ സേഫ് ആണല്ലോ. അതുപോലെ മൈനോറിറ്റി സ്റ്റാറ്റസ് അമെൻമെന്റ് ആക്ട് അത് പ്ലാനിലുള്ളതാട്ടോ. അതെ, മൈനോറിറ്റി സ്റ്റാറ്റസ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ മൈനോറിറ്റീസ് എന്നുള്ള ക്രീമി ലെയറിനെയൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയാണ്. 5% പിന്നെ സംഭരണമൊക്കെ ഉണ്ടാവുള്ളൂ. മുസ്ലിങ്ങളാണെങ്കിലും ജനസംഖ്യാ നിയന്ത്രണ ബില്ല് ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരാം. ഈ പിന്നെ ഈ യൂണിഫോം എഡ്യൂക്കേഷൻ ഇത് ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്നുണ്ട്, പാസ്സാക്കിയിട്ടും സുപ്രീം കോടതി സമ്മതിക്കാതെ പോയ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ വീണ്ടും വരാം. പിന്നെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമായിട്ട് 600 ന്യൂനപക്ഷ വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം. അത് വേണ്ടാന്ന് വെക്കാം. പിന്നെ ഈ കല്ലേറുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാം, നമ്മുടെ യോഗിയൊക്കെ ചെയ്യുന്ന പോലെ. ഇതുപോലെ പിന്നെ ഈ വികസനത്തിന് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ, AI. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടെ വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അത് വരും. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പോകാം, വളരെ എളുപ്പമാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പ്രസിഡന്റിന് വോട്ട് ചെയ്താൽ മതിയല്ലോ. വലിയ തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി നടക്കണം. ഭരണഘടനാ ഭേദഗതി തീർച്ചയായിട്ടും നടന്നിട്ട് മറ്റേതൊക്കെ ചേർത്തില്ലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസം, സെക്കുലർ എന്നൊക്കെ പറഞ്ഞത് ആർട്ടിക്കിൾ 42 അതൊക്കെ കളയണമല്ലോ. മര്യാദക്കുള്ളൊരു ഇന്ത്യ വേണമല്ലോ. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന സംരക്ഷിക്കും. അതാണ് അല്ലേ? അംബേദ്കറുടെ ഭരണഘടനയിൽ ഈ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അംബേദ്കറുടെ ഭരണഘടന വിജയിക്കട്ടെ. മാത്രമല്ല, അതില് ഭരണഘടനയിൽ ഈ ഇതുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റം 6ാം വകുപ്പില് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതെ, കുടിയേറ്റം എന്ന് ഇപ്പൊ പറയുന്നില്ലേ, മതാധിഷ്ഠിതമാണിതെന്ന്. അല്ല, ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റം. നമുക്ക് മറ്റൊരു സംസാരത്തിൽ ഇതേക്കുറിച്ച് ആലോചിക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.